നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂറ്റിയാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെക്ക് ബോക്സ് നോക്കിയിരുന്നു. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത് ഒരു സിമ്പിൾ ചെക്ക് ബോക്സ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നാണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒന്നുകൂടി ഒരു ബിറ്റ് മോർ കോംപ്ലക്സ് ആയിട്ട് നോക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു പുതിയൊരു സ്ക്രീൻ ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡോണ്ട് ലുക്ക് അറ്റ് ദ ഡിസൈൻ. ഞാൻ ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ആൻഡ് ദർ ആർ സം അൺഈവൻ സ്പേസസ് ഒക്കെ ഉണ്ട്, സിമെട്രി ആയിട്ടില്ല. ഡോണ്ട് വറി. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. സെലക്ട് യുവർ സെലക്ട് ലൊക്കേഷൻ ആൻഡ് യു ക്യാൻ സെറ്റ് സം പ്രിഫറൻസ്, യുവർ ജോബ് പ്രിഫറൻസ് നിങ്ങൾക്ക് ലൊക്കേഷൻ പ്രിഫറൻസ് സെറ്റ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് യു ക്ലിക്ക് നെക്സ്റ്റ് ദാറ്റ് ഷുഡ് ബി സേവ്ഡ് ഇൻ എ വേരിയബിൾ. ദെൻ ഫ്യൂച്ചറിൽ നമ്മൾ ഈ ഫോം സേവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ മൊത്തം DBയിലേക്ക് സേവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, യു നീഡ് ടു സേവ് ദാറ്റ് പ്രിഫറൻസ്. അതായത് ഈ ഒരു യൂസർ പിക്ക് ചെയ്ത പ്രിഫറൻസ് നമുക്ക് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. നമ്മൾ ഒരു ചെക്ക് ബോക്സ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ നോക്കിയിരുന്നു. ആൻഡ് ഹൗ ക്യാൻ യു ജനറേറ്റ് ദിസ് ടെക്സ്റ്റ്, ഈ ഓൾ ചെക്ക് ബോക്സസ് നമുക്ക് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ യൂസർ ഇതിൽ ക്ലിക്ക് ചെയ്താൽ അത് എന്ത് ചെയ്യണം, സെലക്ട് ആവണം. ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അത് പോകണം. ആൻഡ് ഓൾ ഇതിനകത്ത് മൾട്ടിപ്പിൾ പോസിബിൾ ആണല്ലോ. അതായത് എത്ര ഗ്രൂപ്പ് അല്ലത്, അതായത് ഇതിൽ ഗ്രൂപ്പായിട്ടല്ല ആക്ട് ചെയ്യുന്നത്, റേഡിയോ ബട്ടൺ പോലെയല്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരേ സമയത്ത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഡാറ്റ എങ്ങനെയാണ് സേവ് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു എ ന്യൂ പേജ്. ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ പേജ് ഇൻ ദ lib. So let me give checkbox demo. Okay, so this is import the material package, then create a stateful widget, and let me call it as, and it's a stateful widget, so let me call it as checkbox demo, and it is going to return a scaffold. Okay, and let me call that in the main dot. ഇവിടെ നമ്മളിപ്പോൾ കോൾ ചെയ്തേക്കുന്ന സൈൻ അപ്പ് പേജിനെയാണ്. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. റൈറ്റ് നൗ നമുക്ക് കാണിക്കേണ്ടത് ഈ ചെക്ക് ബോക്സ് ഡെമോ ആണ്. CHCK checkbox demo. Okay, this is the class we want to render. Okay, so ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലാങ്ക് പേജ് വരും. ഓക്കെ, സോ ലെറ്റ്സ് ഇംപ്ലിമെന്റ് ദാറ്റ്. അപ്പോൾ ആദ്യം നമ്മളുടെ ഈ പ്രിഫറൻസ് സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ലിസ്റ്റ്. Okay, list of type string. Okay, then give a list locations equal to, it's a list. Okay, you can save it somewhere else. വേറൊരു ഫയലിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതുകയാണ്. Then it's called Bangalore. Okay, Bangalore. Okay, right. Then Chennai. Then you can have some places, Cochin. Okay, then you can ask for Delhi. Okay, 1 2 3 4. Then you can have Pune here. Okay, then one more place. Then what else, Trivandrum. Okay, and this is our list. And in the scaffold, the body section, I am going to have a container. Then the child should be a column, because we have some text here. ഇവിടെ നോക്കിയാൽ കാണാം ടെക്സ്റ്റ്. then വേറൊരു ടെക്സ്റ്റ് കോളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കോളം, then have the text, select location, then below that, and never forget to add children. Okay, children, then location, then one more text, that is select preference. And we are not concentrating in the design, we want the functionality, so I'm not going deep into that design. Okay, then I want a list view dot builder. Okay, and you are familiar with list view dot builder, and I have a video regarding this list view in detail. So if you are not familiar with that list view, go and watch that. Okay, list view builder will accept the context. Then and if you are the same context, you can put an underscore here. Otherwise you can write context here, but you can put an underscore here. Maybe sometimes you will content underscore, and that is in the same context. So then ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, it will accept a parameter of type int index, and you can write int index, but you don't need this index type exactly.
and you can have the function body, and it is going to return what we want to return. We want a checkbox. Okay, and checkbox have a value. Okay, then it has on change. This checkbox കഴിഞ്ഞ വീഡിയോയിലാണുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കാണണം. And on change എന്തായിരിക്കും? It's an anonymous method. Then this will accept a parameter. Then ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, you can put a semicolon, and this will create checkboxes. I want item count. The item count should be I want it to be what number of items are there in the list. ഈ ലൊക്കേഷൻ ലിസ്റ്റിൽ എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും ഐറ്റംസ് നിങ്ങൾക്ക് എവിടെ വരണം, അത്രയും ടൈംസ് എന്ത് ചെയ്യണം, ഈ ലിസ്റ്റ് വ്യൂ ബിൽഡർ റൺ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൊക്കേഷൻസ് ലിസ്റ്റിനെ കോൾ ചെയ്തിട്ട് അതിന്റെ ലെങ്ത് എടുക്കാം. Okay, now this builder will build this much times. Okay, then the value should be, let me have a value of, right now it is false. Okay, then we can save this, and you have something here, and maybe you got an error here. Okay, hash size error, and this is because that is where your expanded other language column and the concept. Column will take the full height, and that full height to be distributed among these children. ഇവർക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഈ കോളം അസ്യൂം ചെയ്ത അല്ലെങ്കിൽ കോളത്തിന്റെ കയ്യിലുള്ള ഫുൾ ഹൈറ്റ് ഈ പറയുന്ന 3 ചിൽഡ്രൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇവരുടെ ഇടക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലിസ്റ്റ് വ്യൂ വിൽ ടേക്ക് ദ ഓൾ ഹൈറ്റ്, മൊത്തം ഹൈറ്റ് എടുക്കും. അങ്ങനെ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ എന്തുണ്ടായിരിക്കില്ല, സ്പേസ് ഉണ്ടായിരിക്കില്ല. അപ്പൊ ആ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, ഒരു ഹാഷ് സൈസ് എറർ നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ കണ്ടോ, യു ഹാവ് എൻ ഹാഷ് സൈസ് എറർ. സോ അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ ലിസ്റ്റ് വ്യൂ എത്ര സ്പേസ് എടുക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഡിഫറെന്റ് വേയിൽ ചെയ്യാം. ഐ എം ഗോയിങ് ടു ഹാവ് സംതിങ് കോൾഡ് ദ shrink wrap എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്, and you can make it true. Okay, and if you save this, you can see the result on your screen. That means ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവർക്ക് കൊടുത്തതിന് ശേഷമുള്ള ബാക്കി സ്പേസ് ഇയാൾക്ക് കൊടുക്കണം. പക്ഷെ അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫുൾ സ്പേസ് എടുക്കണ്ട, അയാൾക്ക് ആവശ്യമുള്ള സ്പേസ് അയാൾ എടുക്കണം. അതെന്ത് ചെയ്യും, പുതിയൊരു ഇപ്പൊ ഇതിലേക്ക് പുതിയൊരു ഈ ലിസ്റ്റിലേക്ക് പുതിയൊരു ഐറ്റം വന്നാൽ ആ ഐറ്റം കൂടി അതിനും കൂടിയുള്ള സ്പേസ് ഇയാൾക്ക് കൊടുക്കണം. ദാറ്റ് മീൻസ് ഒരു എന്താ പറയാ ഓൺ ഡിമാൻഡ് സ്പേസ് പോലെ എന്ത് ചെയ്യും, അതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് ഇഫ് യു റിമൂവ് ദിസ് തിങ് യു ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ദിസ് എക്സ്പാൻഡഡ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ഹാവ് ആൻ എക്സ്പാൻഡഡ് ഹിയർ, ആൻഡ് യു ഹാവ് ദ സെയിം റിസൾട്ട്. പക്ഷെ ഇവിടെ ഒരു ഇന്റേണലി ഇവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവർക്ക് കൊടുത്തതിന് ശേഷമുള്ള ഫുൾ സ്പേസ് ആരെടുത്തു, ബാക്കിയുള്ള സ്പേസ് ഫുൾ ആരെടുത്തു, ഈ ലിസ്റ്റ് വ്യൂ ബിൽഡർ എടുത്തിട്ടുണ്ട്. നേരത്തെ പോലെയല്ല, നേരത്തെ അയാൾക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ഇതിന്റെ ബാക്കിയുള്ള സ്പേസ് ഫുൾ ആരെടുത്തിട്ടുണ്ട്, ഇയാൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ മേക്ക് ദിസ് ടു ബി ഇൻ സെന്റർ, മെയിൻ ആക്സിസ് അലൈൻമെന്റ് സെന്റർ, ആൻഡ് സേവ് ഇറ്റ്. ആൻഡ് യു കാൺ സീ എനി ചേഞ്ച് ഹിയർ. മെയിൻ ആക്സിസ് അലൈൻമെന്റ് എന്ന പ്രോപ്പർട്ടി ഇവിടെ വന്നിട്ടുണ്ടാകില്ല. ബിക്കോസ് അതിന് കാരണം എന്ന് പറയുന്നത് മേ ബി ദിസ് ലിസ്റ്റ് വ്യൂ, ഈ എക്സ്പാൻഡും ലിസ്റ്റ് വ്യൂ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതൊന്ന് താഴത്തേക്ക് വരാൻ വേണ്ടി let me give a height എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, then the width should be infinity. Okay, save it. Then ഇനി ഇതിനെ നടുക്കിലേക്ക് കൊണ്ടുവരണം. കാരണം ഈ ലിസ്റ്റ് വ്യൂവിന് എന്തുണ്ട്, സ്ക്രോൾ ബിഹേവിയർ ഉണ്ട്, കോളത്തിന് എന്തില്ല, സ്ക്രോൾ ബിഹേവിയർ ഇല്ല. Then you can have the cross axis alignment, that is start. Now everything in start. ബട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇവര് സെന്ററിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചെക്ക് ബോക്സ് വന്നത് ഈ ഇതിന്റെ സെന്ററിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റൈലിലുള്ള ഒരു ചെക്ക് ബോക്സ് അല്ല നമുക്ക് വേണ്ടത് ആക്ച്വലി എന്താണ്, ഇവിടെ ഒരു ടെക്സ്റ്റും അതിന്റെ കൂടെ എന്ത് വേണം, ഈ ചെക്ക് ബോക്സും വേണം. സോ ഐ എം ഗോയിങ് ടു റാപ്പ് ദിസ് ഇൻസൈഡ് എ റോ. നമ്മൾ നേരത്തെ ചെയ്തതാണ് റോ, ആൻഡ് ഐ നീഡ് എ ചെക്ക് ബോക്സ് ഫസ്റ്റ്, ദെൻ ഐ നീഡ് എ ടെക്സ്റ്റ് ഹിയർ. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്ന ലിസ്റ്റിലെ ഫസ്റ്റ് ഐറ്ററേഷനിൽ എന്ത് ചെയ്യണം, ലൊക്കേഷൻ ലിസ്റ്റിൽ പോയിട്ട് ഫസ്റ്റ് ഇൻഡെക്സ് എടുക്കണം. ദാറ്റ് ഈസ് ഇൻഡെക്സ് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, നൗ യു ഹാവ് ഇത് റോ ആപ്പ് എന്ത് ചെയ്തു, എല്ലാം കൂടി ഇങ്ങോട്ട് എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. ആൻഡ് ഐ നീഡ് സംതിങ് ലൈക്ക് ദിസ്. ഒരു റോയില് 2 എണ്ണം വെച്ച് വരണം. അപ്പോ അതെങ്ങനെ ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട്. ലെറ്റ് മീ ടേക്ക് മൈ പെയിന്റ്. ഓക്കെ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ചില ആളുകൾ പുതിയതായിട്ട് ഇത് കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഓൾറെഡി അറിയുന്ന ആൾക്കാർക്ക് യു ക്യാൻ സ്കിപ്പ് ദ വീഡിയോ, മേ ബി ദാറ്റ് ഈസ് എ റിപ്പീറ്റേഷൻ.
അതല്ല പുതുതായിട്ടാണ് ഫ്രഷറായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയാണ് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. 1, 2 എനിക്ക് സെയിം സൈസാണ്, ഞാൻ വരച്ചപ്പോൾ സൈസ് മാറിയതാണ്. ദെൻ അഗെയിൻ 1, 2 ഒരു റോയിൽ 2 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് വ്യൂ വെച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇങ്ങനെയും ചെയ്യാം, പക്ഷേ ഇതിന് വേറെ ഒരു വിഡ്ജറ്റ് ഉണ്ട്, അതിൻ്റെ പേര് ഗ്രിഡ് വ്യൂ എന്നാണ്. യു ക്യാൻ യൂസ് ദാറ്റ് ഗ്രിഡ് വ്യൂ ഉപയോഗിക്കാം. ഞാൻ തോന്നുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, ബട്ട് I'll do a video regarding the grid view. That is a more comfortable thing. നിങ്ങൾക്ക് ഇങ്ങനെ ഇത്തരം ഗ്രിഡ് ലൈക്ക് UI ഉണ്ടാക്കാൻ വേണ്ടി ഗ്രിഡ് വ്യൂ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വിഡ്ജറ്റ് ആണ്. അപ്പോൾ ഇവിടെ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു രീതിയിൽ തന്നെ പോവാണ്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലെന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് വരണം. ആ ചെക്കൊക്കെ എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് സേവ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്റൻഷൻ. ആൻഡ് ലെറ്റ് മീ ഗിവ് an app bar here. Remove this and remove this expanded from here. Remove that expander. I'm going to give the string wrap to true. It is true. And save it. No, I think I have an error. And this is an error. Okay, unwanted import one. Now everything is in center and I need everything is in center. So I cross axis alignment center. Now everything is in center. And this center that is a row. And this row main axis alignment, I'm going to give it a center. Now everything is in center. But this is uneven. Uneven item on this. So I'm going to make this again start. Okay, and let me give a padding. You can give a padding, and I'm not concentrating on UI, just trying to do the functionality. So I'm going to have a 30. Now everything is like that. നമ്മുടെ ഡിസൈനിലുള്ള പോലെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഡിസൈനിൽ ഒരു ലൈനിൽ 2 എണ്ണം വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്. ആൻഡ് യു ക്യാൻ ഡു ദാറ്റ്, യു ക്യാൻ റിസർച്ച് ഓൺ ദാറ്റ്. ആൻഡ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്ത് നോക്കി പരീക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും നിങ്ങൾ മറക്കില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതിനെ എങ്ങനെ ഒരു ലൈനിലേക്ക് ആക്കാം. ആൻഡ് ഗ്രിഡ് വ്യൂ ഞാനൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് സെലക്ട് ആവണം. ഒന്നല്ല കുറേ എണ്ണം നമ്മൾ ടിക്ക് ഇടും. ആ ടിക്കൊക്കെ എന്ത് ചെയ്യണം, യു ഹാവ് ടു സ്റ്റോർ സംവെയർ. ഓക്കെ, ദെൻ ഫൈനലി നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആൻഡ് ഐ നീഡ് എ ബട്ടൺ ഹിയർ. സോ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യും, ഇതിപ്പോൾ കണ്ടോ ഇവിടെ ഞാൻ എലവേറ്റഡ് ബട്ടൺ ആഡ് ചെയ്യുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടെയ്നർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൻഡ് ഗിവ് എ ഹൈറ്റ് ഓഫ് 48 ആൻഡ് ഗിവ് എ വിഡ്ത്ത് ഓഫ് 300 width കൊടുത്തു. And you can have a color, have a box decoration, container, put a comma here, then have a decoration property that is box decoration, and you can have the color and that is green. Then after that you can have border radius is coming from border radius dot circular. If you want all side radius, and save it. Now you have a button. I need a child here. Come out of the decoration, child, and have a text. No, I need it to be in center, so the child should be text. Then text should be next. Okay, and I want the color to be white. Next, chords close idu. Then comma, style, text style, color white. Okay, save it. Now you have a next button. And if you want space between, you can have a sized box here, height of 20, and save it. Okay, now we have everything ready, and this is not clickable. So you have to wrap it with an inkwell or gesture detector. I'm going to wrap it with an inkwell. And inkwell and gesture detector is the difference. Gesture detector can recognize more gestures. Kore gestures detect here. Then inkwell limited number of gestures ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇങ്ക്വെല്ലിന് സ്പെഷ്യാലിറ്റി, ഇങ്ക്വെല്ലിന് ഒരു സ്പ്ലാഷ് എഫക്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിന് സ്പ്ലാഷ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വെള്ളത്തിലൊരു കല്ലിട്ട പോലെ എന്ത് ചെയ്യും, ഒരു സ്പ്ലാഷ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് എ കളേഴ്സ് ഡോട്ട് സി ഐ വാണ്ട് എൻ ഓറഞ്ച് സ്പ്ലാഷ്. ഓക്കെ, ദെൻ ഓൺ ടാപ്പ്. ഓക്കെ, ഓൺ ടാപ്പ് ചെയ്യുമ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് ലോജിക് കൂടെ എഴുതണം. Now you can see a splash here, and you can customize this splash. ആ സ്പ്ലാഷിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല.
പക്ഷേ നിങ്ങൾക്ക് അതിനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ആ സ്പ്ലാഷ് എഫക്റ്റിനൊക്കെ. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദിസ് സ്പ്ലാഷ്. ഓക്കെ, ദാറ്റ് ഈസ് അനോയിങ് ഓറഞ്ച് കളർ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. കുറേയാണ് സെലക്ട് ചെയ്യണം, അത് നമുക്ക് സേവ് ചെയ്ത് വെക്കണം. ദെൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡാറ്റയൊക്കെ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, നമുക്ക് ആ ലോജിക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ വന്നിട്ട് ഒരു ലിസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് കൺസെപ്റ്റ്. ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആക്ച്വലി സേവ് ആവുന്ന ഒരു ട്രൂ അല്ലെങ്കിൽ ഒരു ഫാൾസ് വാല്യൂ. ചെക്ക് ഉണ്ടെങ്കിൽ ഒരു ട്രൂ വാല്യൂ, ചെക്ക് ഇല്ലെങ്കിൽ ഒരു ഫാൾസ് വാല്യൂ ആയിരിക്കും. ഇനീഷ്യലി ഐ വാണ്ട് ടു സെറ്റ് എവറിത്തിങ് ആസ് ഫാൾസ്. എല്ലാതും ഫാൾസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ ആ ഫാൾസ് വാല്യൂ എല്ലാം കൂടി എന്ത് ചെയ്യാണ്? ഒരു ലിസ്റ്റിൽ സേവ് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു മേക്ക് എ ബൂൾ ലിസ്റ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് സെലക്ടഡ് ഐറ്റം. You can give any name. Selected items index equal to. Okay, and you can call this list dot generate method. Then the length should be location ലിസ്റ്റിൽ എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും എന്ത് ചെയ്യണം? അത്രയും ഐറ്റംസ് എന്തിലായിരിക്കും? ഈ സെലക്ടഡ് ഐറ്റം ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഓക്കെ, വാട്ട് ഈസ് എറർ? ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് എൻ എറർ. ഐ വിൽ ഫിക്സ് ഇറ്റ്. ദോ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മേക്ക് ഇറ്റ് ഫോൾസ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ബിക്കോസ് ഇത് the instance member locations can't be accessed in an initializer ഉണ്ട്. സോ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി let me have a variable var length equal to locations dot length, or you can call init state. Why I'm not getting the init state? Init state, then var len. So len equal to that locations dot length. Okay, then you can have that len here. ഓക്കെ, ഞാൻ അതിനൊന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇനീഷ്യലൈസറിലുള്ള എറർ പോകാൻ വേണ്ടി ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു വേരിയബിൾ ഉണ്ടാക്കി, സെലക്ടഡ് ഐറ്റംസ് ഇൻഡെക്സ് ഉണ്ട്. ദെൻ ഐ ജസ്റ്റ് ക്രിയേറ്റഡ് എ ലെങ്ത് വേരിയബിൾ ഓഫ് ടൈപ്പ് var, and you can have length is int. You can have that int here, and this is nullable. So അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? This is nullable. Okay, then I just created a method generate list. Then that is going to accept length as locations dot length. Then and we are going to generate a list. ഈ ലിസ്റ്റിൽ എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും ടൈംസ് എന്ത് ചെയ്യണം? വേറൊരു ലിസ്റ്റ് ജനറേറ്റ് ആവും. ആൻഡ് ഇഫ് ഐ പ്രിന്റ് ദിസ് യു ക്യാൻ സീ ദാറ്റ് ലിസ്റ്റ്. ഞാനിവിടെ അത് പ്രിന്റ് ചെയ്ത് കാണിച്ചുതരാം എന്താണ് ആ ലിസ്റ്റിൽ ഉണ്ടായത് എന്നുള്ളത്. ഞാൻ സേവ് ചെയ്തു. ദെൻ പേജ് നമുക്കൊന്ന് റീബൂട്ട് ചെയ്യാം. പേജ് നമ്മളൊന്ന് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിറ്റ് സ്റ്റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സി, ദിസ് ഇസ് എ ലിസ്റ്റ് വി ജനറേറ്റഡ്. ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും ഫോൾസ് വാല്യൂസ് ഞാൻ എന്ത് ചെയ്തു? വേറൊരു ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ വരിക, നമ്മൾ ചെക്ക് ബോക്സിൽ വരിക. ആൻഡ് ചെക്ക് ബോക്സിൽ നമുക്കറിയാം ഇതാണ് നമ്മളെ ചെക്ക് ബോക്സ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ചെക്ക് ബോക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ദാറ്റ് ഈസ് എ ബൂൾ വാല്യൂ. അപ്പോൾ നമ്മളുടെ സെലക്ടഡ് ഐറ്റം ഇൻഡെക്സിലെ ഓഫ് ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഇത് ഓരോ ഐട്രേഷനിലും ഓരോ ചെക്ക് ബോക്സ് ആണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ടഡ് ഐറ്റം ഇൻഡെക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിലെന്ത് ചെയ്യും? അതിൽ ഫസ്റ്റ് ഫോൾസ് വരും. എല്ലാം അങ്ങനെ എന്ത് ചെയ്യും? ഓരോ തവണയും നമ്മൾ ആ വാല്യൂ അസൈൻ ചെയ്ത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ലിറ്ററലി ഇവിടെ വരാൻ പോകുന്നത് ഫാൾസ് ആയിരിക്കും. ഇനി ഓൺ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, വി ആർ ഗോയിങ് ടു കോൾ ദ സെറ്റ് സ്റ്റേറ്റ്. നമ്മൾ എന്ത് ചെയ്യും? സെലക്ടഡ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഐറ്റം ഓഫ് ഇൻഡെക്സ് ഈക്വൽ ടു, and we have to toggle that selected item of index. Okay, and let's try that. ഞാൻ സേവ് ചെയ്തു. and if you click here you can see the check here, and if you click here you can click everything. എല്ലാത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ചെക്ക് ഇടാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ ചെക്ക് ഇവിടെ ഇടുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഈ വാല്യൂ എന്ത് ചെയ്യണം, വാല്യൂ നമുക്ക് സേവ് ചെയ്യണം. അതായത് ഇതിനകത്തുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, സംവേർ സേവ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളെ സ്റ്റേറ്റ് ഇതാണ്, എല്ലാത്തിലും ഞാൻ ടിക്ക് ഇട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മളുടെ ഈ ലെറ്റ് മീ പ്രിന്റ് ദാറ്റ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മളുടെ ആ ഒരു ലിസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. ഇനീഷ്യലി നമുക്ക് ഉണ്ടായിരുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, സെലക്ടഡ് ഐറ്റം, ഈ ലിസ്റ്റ്, ഇൻഡെക്സുകളുടെ ലിസ്റ്റ്. ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, ഞാൻ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ഓൾ ട്രൂ, ദ ലാസ്റ്റ് വൺ മാത്രം എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും, ബിക്കോസ് ഞാൻ ടിക്ക് ഇട്ടിട്ടില്ല. ദെൻ ഇഫ് ഐ ക്ലിക്ക് അഗെയിൻ you can see there are 2 false and other 4 things are true. Okay, അപ്പൊ നമുക്ക് ഓൾറെഡി എന്തുണ്ട്, നമുക്ക് ഈ ലിസ്റ്റ് നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് ഈ ഡാറ്റ ആണ്, ഈ ഡാറ്റയ്ക്ക് അനുസരിച്ച് ഏതൊക്കെയാണ് ട്രൂ എന്നുള്ളത് എന്ത് ചെയ്യണം, ഈ നമ്മളുടെ ലൊക്കേഷൻ ലിസ്റ്റുമായിട്ട് മാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സേവ് ചെയ്യണം. സോ ലെറ്റ് മീ റൈറ്റ് എ ഫംഗ്ഷൻ ഹിയർ. ഓക്കെ, ആൻഡ് യു ക്യാൻ ഗിവ് ഇറ്റ് ആസ് ഷോ സെലക്ടഡ് items. Okay, or save selected items, whatever. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് എ ലിസ്റ്റ് സെലക്ടഡ് ലൊക്കേഷൻസ് ഈക്വൽ ടു an empty list. Initially it is an empty list. Okay, then ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ ഫോർ ലൂപ്പ് for int I equal to 0, and you can I'm writing the conventional for loop. You can have I less than, you can have other for in loop ഒക്കെ ഉപയോഗിക്കാം. I less than locations dot length. Okay, then I plus plus. Okay, ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ ചെയ്യേണ്ടത് if selected index of I ട്രൂ ആണെങ്കിൽ, ഇഫ് സെലക്ടഡ് ഇൻഡെക്സ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, ദാറ്റ് മീൻസ് ഇതിലുള്ള ഈ ലിസ്റ്റ് എന്താണ്, ട്രൂ ഓർ ഫോൾസ് ലിസ്റ്റ് ആണ്. ഇത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആ ഐറ്റത്തെ എടുത്തിട്ട് എന്ത് ചെയ്യണം, സെലക്ടഡ് ലൊക്കേഷൻസ് എന്നുള്ള ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് എന്തായിരിക്കും ആഡ് ചെയ്യേണ്ടത്, ആഡ് ദ ലൊക്കേഷൻസ് ഓഫ് ഐ. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഇൻഡെക്സിലുള്ള, അതായത് ഈ ഇൻഡെക്സ് ട്രൂ ഓർ ഫോൾസ് ലിസ്റ്റിൽ കൂടിയാണ് പോകുന്നത്. അതിലെ ഫസ്റ്റ് ആയിട്ട് എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ലൊക്കേഷൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷൻ ഈ ലൊക്കേഷൻ ലിസ്റ്റിലെ ഫസ്റ്റ് ആയിട്ടാണ്, അതെടുത്ത് ആഡ് ചെയ്തു. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദിസ് തിങ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, യു ക്യാൻ പ്രിന്റ് ദ സെലക്ടഡ് ലൊക്കേഷൻസ്. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇറ്റ്സ് നോട്ട് ഐറ്റംസ്, ഇറ്റ്സ് സെലക്ടഡ് ലൊക്കേഷൻസ്. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ എവിടെ കോൾ ചെയ്യാം, ഐ വാണ്ട് ഇറ്റ് ടു ബി ഇൻ ദ നെക്സ്റ്റ് ബട്ടൺ. ഈ ബട്ടണിലാണ് എന്ത് ചെയ്യേണ്ടത്, എനിക്ക് കോൾ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആ ബട്ടണിന്റെ ഓൺ ടാപ്പിൽ വന്നിട്ട് എന്ത് ചെയ്തു, യു ക്യാൻ കോൾ ഷോ, നമ്മൾ എന്ത് ചെയ്തത്, ഷോ സെലക്ടഡ് ഐറ്റംസ്. ഓക്കെ, ഈ മെത്തേഡിനെ ഞാൻ എന്ത് ചെയ്തു, സേവ് ചെയ്തു. ലെറ്റ് മീ റീബൂട്ട് ഇറ്റ് അഗെയിൻ. ഇനീഷ്യലി നമുക്കെല്ലാം ആദ്യം പഴയ പോലെ വരാൻ വേണ്ടി. Okay, I just click here, Bangalore select ചെയ്തു, Cochin select ചെയ്തു, Trivandrum select ചെയ്തു, and click the next button. Now you can see your selection is here, Bangalore, Cochin and Trivandrum. Okay, and I'm going to remove one thing. എന്നിട്ട് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, you have only 2 things, and if you select everything, okay, and everything is here, ഇവിടെ എന്തുണ്ടായിരിക്കും, ലിസ്റ്റിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരിക്കും. അപ്പോൾ ദിസ് ഈസ് ഹൗ യു വർക്ക് വിത്ത് മൾട്ടിപ്പിൾ സെലക്ഷൻ. എന്നിട്ട് ആ സെലക്ഷൻ എല്ലാം കൂടി ഒരു സിംഗിൾ വേരിയബിളിൽ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ അതിനെ ഡി ബിയിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ മേ ബി ഈ ഡാറ്റ ഇങ്ങനെ ആയിരിക്കില്ല വരിക, ഇത് മേ ബി ഡാറ്റാബേസിൽ നിന്ന് വന്ന ഡാറ്റ ആയിരിക്കും. ആ ഡാറ്റാബേസിൽ നിന്ന് വന്ന ഡാറ്റ ഈ ലിസ്റ്റിനകത്ത് അതൊരു ലിസ്റ്റിലേക്ക് സേവ് ചെയ്തു. ആ ലിസ്റ്റിൽ എത്ര ഐറ്റം ഉണ്ടോ അത്രയും തവണ ഞാൻ എന്ത് ചെയ്തു, വേറൊരു ലിസ്റ്റ് ജനറേറ്റ് ചെയ്തു, ട്രൂ ഓർ ഫോൾസ്. എന്നിട്ട് ആ ലിസ്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഐറ്റംസ് ആ ലിസ്റ്റ് എന്തായിരിക്കും, അതിനകത്ത് എന്തായിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേ ലിസ്റ്റിൽ ഇനീഷ്യലി ഒരു ഫാൾസ് വരും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേ ലിസ്റ്റിൽ ഇനീഷ്യലി ഒരു ഫാൾസ് വരും. ഓക്കെ, ദെൻ ഇവിടെ എന്ത് വരും, യു ഹാവ് എ ഫാൾസ്, ദെൻ യു ഹാവ് സംതിങ് കോൾ അഗെയിൻ ഫാൾസ്. ഐ എം റൈറ്റിംഗ് ദ സെക്കൻഡ് ലിസ്റ്റ് പാരലലി, ഇവിടെ എഴുതുകയാണ് ഫാൾസ്. ഓക്കെ, ദെൻ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ബോക്സിന് എന്ത് ചെയ്യുന്നത്, ചെക്ക് ബോക്സിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തത് സെലക്ടഡ് ഐറ്റംസ് ഓഫ് ഇൻഡെക്സ് എന്ന് വിളിച്ചു.
അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ബൂൾ വാല്യൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ബൂൾ വാല്യൂ ഇവിടെ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ അത് നമ്മൾ ഡൈനാമിക് ആയിട്ട് ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് സെലക്ടഡ് ഐറ്റം ഓഫ് ഇൻഡെക്സ് എന്ന് വിളിച്ചാൽ ഇവിടെ എവിടെ പോകും? ദിസ് ലിസ്റ്റ് ടു ബിൽഡർ ഇൻഡെക്സ് 0 ആയിരിക്കും. ഫസ്റ്റ് ഐറ്റത്തിന്റെ false, second item false. അപ്പോൾ ഇനീഷ്യലി എല്ലാം false ആയിരിക്കും. There is no check. Then if you click on that, ഏതെങ്കിലും ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ എഴുതിയ ലോജിക് തന്നെ, ആ ട്രൂ അല്ലെങ്കിൽ ആ ട്രൂവിനെ ഫാൾസ് ആക്കണം, ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ട്രൂ ആക്കണം. ഓക്കെ. ആൻഡ് ഇനി നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളുടെ ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അപ്ഡേറ്റ് ആവുന്നുണ്ട്. നമ്മൾ ലിസ്റ്റ് എന്ത് ചെയ്യും? ആ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അപ്ഡേറ്റ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫൈനലി ആ ലിസ്റ്റും മറ്റേ ആദ്യം ഉണ്ടായിരുന്ന ലിസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇതിപ്പോ സപ്പോസ് ഇങ്ങനെയാണ്, ഞാൻ ക്ലിക്ക് ചെയ്ത് ട്രൂ ആക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ടു കമ്പയർ ദിസ് തിങ്. ഒരു ഫോർ ലൂപ്പ് എഴുതിയിട്ട് ഈ ലിസ്റ്റിലെ ഫസ്റ്റ് ഐറ്റം എടുത്തു. ഓക്കെ, ഈ ലിസ്റ്റിനകത്തൂടെയാണ് പോകുന്നത്. 0th ഇൻഡെക്സ് 0 ആദ്യത്തെ ഇറ്ററേഷനിൽ എന്ത് ചെയ്തു? ഈ രണ്ടാമത്തെ ലിസ്റ്റിലെ ഫസ്റ്റ് ഐറ്റം ട്രൂ ആണോ? ഐറ്റംസ് ആദ്യത്തെ ഐറ്റം 0th ഇൻഡെക്സ് ഐറ്റം ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ നമ്മൾ ഉണ്ടാക്കിയ പുതിയ ലിസ്റ്റിലേക്ക് ഐറ്റം ആഡ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സോ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഇസ് മൈ ഓൺ വേ. ആൻഡ് ഇഫ് യു ഹാവ് അനദർ വേ, മേ ബി ചിലപ്പോൾ ഇതല്ലാതെ സിമ്പിൾ ലോജിക്ക് വരണ്ടായിരിക്കും. ഞാൻ എഴുതി തന്നെ നോക്കണമെന്നില്ല. ഇഫ് യു ഹാവ് സംതിങ് എൽസ് യു ക്യാൻ കമന്റ് ഓൺ ദ കമന്റ് ബോക്സ്. ഓക്കെ, സോ അത് എനിക്കൂടി പഠിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ. Anyway, so thank you for watching. I think this is useful to you. Maybe നമ്മൾ നോർമലി എല്ലാ ആപ്പിലും മിക്കവാറും എല്ലാ ആപ്ലിക്കേഷനിലും ഇത്തരം ഫംഗ്ഷനാലിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമന്റ്. കമന്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടു മീ. സോ ദെൻ ഓൺലി ഐ ക്യാൻ ഇംപ്രൂവ്. Okay, so please comment. If you like the video, please click the like button. Okay, thank you for watching. See you soon.